നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ടും സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സകലരെയും വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്ന വലിയ ഒരു ദൈവപ്രവൃത്തിയെ ഇവിടെ വർണ്ണിക്കുകയാണ്. എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനം ഇല്ല എന്ന്. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനായി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് പാപമോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കായി വാങ്ങി തന്നിരിക്കുകയാണ്. ക്രൂശിൽ വില നൽകി അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. സർവഗോത്രത്തിലുള്ളവരെയും കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുക്കുകയാണ്. സർവഭാഷക്കാരെയും അവൻ വിലയ്ക്ക് വാങ്ങുകയാണ്. സർവവംശവും അവനുള്ളതാണ്. നാം കാണുന്ന സർവജാതികളെയും തൻ്റെ രക്തത്താൽ കർത്താവായ യേശു ക്രിസ്തു വില കൊടുത്ത് വാങ്ങുന്നത് ഇവിടെ നാം വായിച്ചറിയുന്നു. പ്രിയരെ, യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമ്മെ അവൻ ആക്കി വയ്ക്കുകയാണ്. നാം അവൻ്റെ രാജ്യം, നാം അവൻ്റെ പുരോഹിതന്മാർ എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവാകുന്നു. അവൻ ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എത്ര വലിയ ഭാഗ്യകരമായ പദവിയാണിത്! ഈ രാജ്യത്തിൽ നാം കേവലം പൗരന്മാരല്ല, രാജാക്കന്മാരാണ്. കർത്താവായ ദൈവത്തിന് തൻ്റെ വേല ചെയ്തെടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അവൻ രാജാക്കന്മാർ എന്ന അധികാരം നൽകി ഈ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയാണ്. നമ്മെ പുരോഹിതന്മാരായാണ് ദൈവം എണ്ണുന്നത്. ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റേണ്ടവർ, ദൈവം വിഭാവന ചെയ്ത സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന പോലെ സർവഗോത്രത്തിൽ നിന്നും സർവഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും തിരഞ്ഞെടുത്തവരുടെ വലിയൊരു കൂട്ടം ഈ ഭൂമിയിൽ ഒരു സ്വർഗം പോലെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മനുഷ്യനോട് ഈ ഭൂമിയെ നീ വാഴുക എന്ന് കൽപ്പിച്ച ദൈവം ഇന്നിതാ സകല അധികാരങ്ങളും അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിത്തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ്റെ രാജ്യത്തിൽ ഭരണം നടത്തുവാനായി ആക്കി വച്ചിരിക്കുന്നു.